ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യവും അത് അവസരത്തിനൊത്ത് പ്രയോഗിക്കുന്ന കാര്യങ്ങളുമാണ്. ഏറ്റവും പ്രധാനം അവനവൻ്റെ ആരോഗ്യം തന്നെയാണ്. ഈ ആരോഗ്യം തന്നെയാണ് അവരുടെ അഹങ്കാരവും. ഈ അഹങ്കാരത്തിനെ മാറ്റി നിർത്താൻ അവർ ഒരു കാരണവശാലും തയ്യാറല്ല. എത്രത്തോളം ആരോഗ്യമുണ്ടെന്ന് സ്വയം വിധി എഴുതിയിട്ട് ആരുടെല്ലാം മെക്കെട്ട് കയറാമോ അതെല്ലാം ചെയ്യാറുണ്ട്. തങ്ങളുടെ ആരോഗ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്, ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല എന്നുള്ള ചിന്ത വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കാണുകയുള്ളൂ. ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രകൃതിയിലെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മാറ്റങ്ങളും വരുന്നത്. ഓരോ മനുഷ്യരുടെ ഉള്ളിലും ഈശ്വരനുണ്ടെന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് തങ്ങൾക്ക് കിട്ടിയ ഈ ആരോഗ്യം താൻ തന്നെ വളർത്തിയെടുത്തതാണെന്നും തന്നിലാണ് അത് വന്നു ചേർന്നതാണെന്നും തനിക്കാണ് അതിനുള്ള എല്ലാം ഉള്ളതെന്നും വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പല പല ആപത്തുകളും അപകടങ്ങളും സംഭവിക്കുന്നത്. എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയാം, ഒരു മനുഷ്യൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ സെക്കൻഡുകൾ മാത്രം മതി. ഒരു നിമിഷം കൊണ്ട് തന്നെ മുഴുവനും ആരോഗ്യം നഷ്ടപ്പെട്ട രീതികളും നമ്മൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ആരോഗ്യത്തിനെ കുറിച്ച് ഓർത്ത് ഊങ്കു കൊള്ളാതെ അതിലാണ് എല്ലാം നേടാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച് അഹങ്കരിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നന്നായിട്ട് അറിയാമെങ്കിലും അതിനെ തന്നെ മുറുകെ പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ കിട്ടുന്ന ആപത്തുകൾ വളരെ വലുതാണ്. ഏത് കാര്യം ചിന്തിച്ചാലും അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. പക്ഷെ അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം, നല്ല രീതിയിൽ ആക്കിയെടുക്കണം എന്ന് വിചാരിക്കാം. ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനും നല്ലവണ്ണം സമൂഹത്തിനെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യം ഇതിനൊരു പ്രധാന മാനദണ്ഡമാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം പിന്നെ എന്തായിരിക്കും കാര്യം? 100% അവനവൻ്റെ മനസ്സിൻ്റെ നിലയുടെ കാര്യമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് എന്ത് ചിന്തിച്ചെടുക്കുന്നതും അതിനെ പ്രായോഗികമായ തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മാറ്റവും നേട്ടവും ഉണ്ടാക്കുന്നത്. ഏത് കാര്യവും നമ്മൾ നന്മയായിട്ട് എടുത്ത് അതിൻ്റെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഭാഗ്യവും ഫലവും വളരെ വലുതായിരിക്കും. അത് ഈശ്വരൻ എന്ന വൻ ശക്തിക്ക് മാത്രമേ അതിനെ വേർതിരിച്ച് നമുക്ക് തന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എല്ലാ ആൾക്കാർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം തന്നെയാണെന്ന്. പക്ഷെ ആരോഗ്യത്തിൽ ഹൂങ്ക് കാണിക്കാതെ, അഹങ്കാരം കാണിക്കാതെ തനിക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. അതിനുള്ള ഫലം കിട്ടിയിരിക്കും. നമുക്ക് മനുഷ്യർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമാണ്. എല്ലാ കാര്യവും, ആരോഗ്യം മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, സമാധാനം മാത്രമല്ല, എല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നമുക്ക് 5 വിരലുണ്ട്. 5 വിരലുകളും 5 തരമാണ്. പൊക്കത്തിൻ്റെ കാര്യത്തിലായാലും, വണ്ണത്തിൻ്റെ കാര്യത്തിലായാലും, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും, ഏത് തരത്തിലായാലും 5 വിരലിൻ്റെയും ധർമ്മം 5 തരം തന്നെയാണ്. പക്ഷെ അത് ഒത്തുചേരുമ്പോഴാണ് അതിന് കൈയുടെ മുഷ്ടിയും ബലവും ശക്തിയും എല്ലാം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ആരോഗ്യം പ്രധാനമാണെങ്കിലും എല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ അതിനതിൻ്റേതായ മാറ്റവും ഭാഗ്യവും ഫലവും കിട്ടുകയുള്ളൂ. നേടിയെടുക്കുക. എല്ലാവർക്കും ഭഗവാൻ ഇത് കൊടുക്കാൻ കഴിയും. എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും. സന്തോഷത്തോടെ ജീവിക്കുക. മനുഷ്യജന്മം പരിപൂർണ ജന്മമാക്കി മാറ്റിയെടുക്കുക. എല്ലാ ആൾക്കാർക്കും ഇത് വേണം. എല്ലാ ആൾക്കാർക്കും ഇത് കൊടുക്കാനും കഴിയും. നേടുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി
ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു.